രാഹുൽ, ഇപ്പൊ ഈ ട്രോളുകളിലൊക്കെ നിഖില വിമലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവരെ പറ്റി ആളുകൾ ട്രോൾ ചെയ്തുകൊണ്ടും പിന്നെ അവർക്കൊരു പട്ടം ചാർത്തി കിട്ടിയിട്ടുണ്ട്, തഗ് റാണി എന്ന് പറഞ്ഞിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായോ? ഇതുവരെ ധ്യാൻ ശ്രീനിവാസനായിരുന്നു ആ ഒരു പട്ടം കിട്ടിയിരുന്നത്, അതെ. തഗ് രാജാവ്. ഉം, ഉം. ഏത് ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂകളുടെ ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ധ്യാൻ അതെ, ശ്രീനിവാസൻ. അതെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടുത്ത പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഖില വിമൽ. ഉം, ഉം. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ആ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കും എന്ന് പറയാതെ അയാൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ഉത്തരം പറയുക. അതിനെയാണ് നമ്മളിപ്പോൾ തഗ് എന്ന് പറയുന്നത്. ഇപ്പൊ അനുപമ എടുത്ത് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ല. എതിരെ ഇരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കുമെന്ന് ഓർക്കുക കൂടിയില്ല. ഇല്ല. നമ്മൾ ഓഫീസ് സ്പേസിലാണെങ്കിലും ഇപ്പൊ അനുപമ ഉടനടി ആയിരിക്കും മറുപടി പറയുന്നത്. ആ. അത് അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു ഫേമസ് ചാനലില് അവരൊരു ഇന്റർവ്യൂ വിളിച്ച സമയത്ത് അവർ ഈ ഒരു ലേബലിലേക്ക് നിർത്തിയതിന് ശേഷമുള്ള അവരുടെ എന്താ പറയാ അവരുടെ ചിന്തകളെ കുറിച്ച് അവർ സംസാരിച്ചു. അപ്പൊ അതിൽ പറഞ്ഞൊരു ഒരു പ്രസക്തമായ ഒരു വരിയായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ എന്താ പറയാ ലേബലുകൾ തരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത്, റിയൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം, എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് അറിയില്ല എന്ന് തന്നെ മറുപടി പറയുള്ളൂ. അല്ലാതെ എനിക്ക് അറിയാത്തൊരു കാര്യത്തിന് മറ്റെന്തെങ്കിലും ഒരു ഉത്തരം പക്ഷെ പറഞ്ഞു. അത് ഒരു സോഷ്യൽ മീഡിയയുടെ യുഗമായതുകൊണ്ടായിരിക്കും. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂവില് ആ ഒരു കുറച്ച് ഭാഗത്തായിരിക്കും അതിനൊരു മറുപടി പറയുന്നത്. ആ മറുപടികൾ കട്ട് ചെയ്ത് വെച്ച് ഇപ്പം ട്രോളർമാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പം ഫേമസ് ആക്കുന്നതും അവരെ മുകളിൽ കൊണ്ടുവന്നത്. മാളിക മക്കളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ആ പറയുന്ന കൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഒരു ദിവസം കൊണ്ട് ഹിറ്റ് ആക്കുവാണ്, പിറ്റേ ദിവസം കൊണ്ട് അയാളെ പുതിയ ഒരാളെ കിട്ടുമ്പോൾ അടുത്ത ആളോട്ട് പോവാണ്. പക്ഷെ അവര് പറഞ്ഞ കാര്യം കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സ്വയം മണ്ടത്തിയാക്കി ചിത്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അവരത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന ആങ്കർമാരാണ് യഥാർത്ഥത്തിൽ തగ్గടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇട്ടുകൊടുത്ത് അവരെ പ്രൊവോക്ക് ചെയ്ത് തിരിച്ച് മറുപടി പറയിപ്പിക്കാൻ വേണ്ടി ആങ്കർമാരാണ് കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവര് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ആൻസർ പറയും. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, അറിയാമെങ്കിൽ അറിയാം. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ കേൾക്കുമ്പോൾ ഓ തഗ്, ഇതാണ് തഗ്. വേറൊരു ചാനലിൽ ഞാൻ ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ കാണാറുണ്ട്. അപ്പൊ ഒരു ചാനലിൽ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആങ്കർ ചോദിക്കുന്നുണ്ട്, നിഖിലയ്ക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പൊ പറയും വേണ്ട, നിങ്ങൾ ഇവിടെ മാട്രിമോണിയൽ ഒന്നുമല്ലല്ലോ നടത്തുന്നത്, നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനല്ലേ വിളിച്ച്. അതൊരു സത്യമല്ലേ? അപ്പോഴേക്കും അവർക്ക് മറ്റേ തഗിന്റെ മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ട് കണ്ണടയും മാലയ്ക്കായി. അതെ, പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇവരെ വിളിക്കുന്നത്. ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവരെ വിളിച്ചിട്ട് ഇവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറുന്നത് തന്നെ ഒരു അരോചകം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഉടനടി ഇടിച്ചു കയറി അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം മാധ്യമങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാരാണ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അവരെ പ്രൊവോക്ക് ചെയ്യുന്ന അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഓരോ ഇഷ്യൂസും എടുത്തിട്ട് അവരെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർ അതിനനുസരിച്ചുള്ള ഉത്തരം പറയും. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ധ്യാനാണെങ്കിലും ധ്യാനിന്റെ അച്ഛൻ ശ്രീനിവാസൻ, അവരാ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് അറിയാം ശ്രീനിവാസൻ പറയുന്ന തഗ്ഗുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നു വരുന്നവരാണ്. അപ്പൊ 10 ഗുണം 110 ഗുണം എന്ന് പറയുന്നതിന് തൊട്ട് അതിന്റെ ഗുണവും ധ്യാൻ ശ്രീനിവാസനുണ്ട്. അപ്പോൾ ഏത് ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ആങ്കർ ചോദിക്കുമ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പം മുതൽ ഇപ്പൊ എൻ്റെ ഒരു സർക്കിളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളെ നമ്മൾ ഒരിക്കലും തറ പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ഉരുളക്ക് ഉപ്പേരി എന്ന് കണക്കിന് ഉത്തരങ്ങൾ പറയും. ഇപ്പൊ ഓഫീസ് സ്പേസിലാണെങ്കിൽ അനുപമ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉരുളക്ക് ഉപ്പേരി എന്ന് പറയുന്ന തൊട്ട് അപ്പം തന്നെ എടുത്തിരി മറുപടി പറയും. അപ്പൊ നമ്മള് ചില സമയത്ത് വായടഞ്ഞു പോകും. ആ ഒരു സാധനം തന്നെയാണ്. അത് നമ്മളുടെ ഒരു എന്താ പറയാ കംഫർട്ട് സ്പേസിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വേറൊരു എന്താ പറയാ അത് വേറൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. ഇവിടേക്ക് വരുമ്പോൾ നിഖില വിമലിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവര് എന്താ പറയാ അവരുടെ പേഴ്സണൽ ഇഷ്യൂസിലേക്ക്, അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ല പേഴ്സണൽ മാറ്റേഴ്സിലേക്ക് കടന്നു കയറി ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ വേറൊരു ഇന്റർവ്യൂവിനകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നിഖില എന്നാ വീടൊക്കെ വെക്കുന്നേ. അവരുടെ സൗകര്യമാണ്, അവരുടെ താല്പര്യമാണ്. അപ്പൊ തന്നെ അവര് പറഞ്ഞു ഞാൻ വീട് വെക്കുന്നില്ല. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് മറ്റേ ഹോം ടൂർ നടത്താനല്ലേ. അപ്പോഴേക്കും അത് വീണ്ടും തഗ്ഗായി. ഇവരെന്ത് പറഞ്ഞാലും അതിനെ തഗ്ഗായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. പുതിയൊരാള് വരുന്നിടം വരെ നീല വിമലായിരിക്കും ഇനി അടുത്ത സോഷ്യൽ മീഡിയ പഠിക്കാൻ പോകുന്ന തഗ് റാണി. ആരെങ്കിലും ഒരാൾ വേണമല്ലോ തരംഗം സൃഷ്ടിച്ചോണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ശ്രീകൃഷ്ണൻ കഴിഞ്ഞു,
അടുത്ത കൺവിൻസിങ് സ്റ്റാർ കഴിഞ്ഞു, അതെ, തഗ്റാണി വന്നു. ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണ്. എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നൊരു സാധനമാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പൊ ട്രോളന്മാരാണ് ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുവരുന്നതും. ഇപ്പൊ ഒരു 2 മണിക്കൂർ ഇന്റർവ്യൂവിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അവർ കഷ്ടപ്പെട്ടിരുന്ന ആ മണിക്കൂറുകൾ കണ്ടെത്തി അതില് ഒരു തഗ്ഗുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞ് ആ സാധനം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ശരി, അവര് കൈകൊണ്ട് എത്തുന്നത്. പറയുന്നത് എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അതെ, തോന്നിയിട്ടുണ്ടോ? അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവർക്ക് അങ്ങനെയാണ് പെരുമാറാൻ കഴിയുന്നത്. ഇപ്പം അവർക്ക് ഒരുപാട് ക്യൂട്ട്നെസ് വാരി വിതറാനോ അതിനുള്ള ഒരു ശേഷി ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പറ്റത്തില്ല. എന്റെ അതൊരു അപ്പുറത്ത് തെറ്റാണ്. ഒരിക്കലും അത് തെറ്റല്ല. സോഷ്യൽ മീഡിയ യുഗമാണ്. അപ്പം ചിലര് ക്യൂട്ട്നെസ് വാരി വിതറും, ചിലര് ഇതുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആൻസർ പറയും. ആ ഫോർവേഡ് ആയിട്ട് ആൻസർ പറയുന്നതിനകത്ത് ചിലർ അതിൽ തഗ് കണ്ടെത്തും. നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ഇന്ന് നടക്കുന്നൊരു സാധനം. എന്തായാലും ഈ എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ ഒരു ട്രെൻഡിനെ നിലനിർത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമായി മാറിക്കഴിഞ്ഞു. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൺവിൻസിങ് സ്റ്റാർ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ആയിരുന്നല്ലോ ഇതുവരെയുള്ള ട്രെൻഡ്. അതെ അതെ, അത് കഴിഞ്ഞ് ഇപ്പൊ വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ തഗ് ലൈഫ്, തഗ് റാണികളും തഗ് രാജാക്കന്മാരൊക്കെ ആയി. ഇനി അടുത്ത അല്ല, ധ്യാൻ ശ്രീനിവാസൻ അതിനു മുമ്പിട്ടേ തഗ് രാജാവായിട്ട് ഇവിടെ ഉണ്ട്. അതെ അതെ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഒരു എതിരാളി എന്ന രീതിയിലായിരിക്കും നിഖില വിമലിനെ അവര് പരിചയപ്പെടുത്തുന്നത്. അതെ അതെ, എന്തായാലും ഈ മുന്നോട്ട് ഇനി വൻമരം എങ്ങനെ വീണിട്ട് ഇനി അടുത്ത ആര് വരും? പുതിയ ആരെങ്കിലും തగ్గടിച്ചുകൊണ്ട് വരുമല്ലോ. അതെ അതെ, നോക്കാം.